ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്ന് രാവിലെ കണ്ട കാഴ്ച കേട്ടോ. മയിൽ ലൈൻ കമ്പിയും ഇരുന്ന് ഞാൻ അടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നല്ല വെയിലുള്ള ദിവസം. ഇന്നലെ വരെ ഭയങ്കര മഴയായിരുന്നു. ഇന്ന് അതുപോലെ നല്ല വെയിലുമാണ്. മഴയും മാത്രം ഉണ്ടായിരുന്നില്ല, മഴയും കാറ്റും ഉണ്ടായിരുന്നു. ആ സമയത്ത് നമ്മുടെ പറമ്പിലൊക്കെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടി പോവാം. അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ മയിലിനൊന്നും യാതൊരു വിലയില്ല. ഇഷ്ടം പോലെ മയിലുകളുണ്ട്. രാവിലെ എണീറ്റ ഉടനെ മയിലിരിക്കും. നമ്മളെ റോസാപ്പൂ ഉണ്ട്, പിന്നെ നമ്മുടെ മുളക്. ഇത് അത്യാവശ്യം വലിയ തൈ ഉണ്ടായിരുന്ന മുളക് കേട്ടോ. അതൊക്കെ കഴിഞ്ഞു, ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിയാനായിട്ടുണ്ട്. പിന്നെ നമ്മൾ റോസാപ്പൂവും മുറ്റത്ത് നമ്മുടെ കാട്ടിലുണ്ടാകുന്ന ചെടിയാണിത്. ഇതിന് പേരൊന്നും എനിക്കറിയില്ല. പിന്നെ നമ്മൾ റോസ ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഒരുപാട് റോസക്കൊമ്പൊക്കെ വെട്ടി ശരിയാക്കി ക്ലീൻ ചെയ്തു. ഇതെൻ്റെ കുഞ്ഞു മുളക് തൈയാണ്. ഇതിനകത്ത് 2 മുളക് ഉണ്ടായിട്ടുണ്ട്. നല്ല ഭംഗിയിൽ കാണാൻ. വളരെ ചെറിയ തൈയാണ്. അതിനകത്താണ് ഈ മുളക് ഉണ്ടായിട്ടുള്ളത്. പിന്നെ നമ്മുടെ കറ്റാർവാഴ ഉണ്ട്. അതിൻ്റെ കുഞ്ഞു കുട്ടികളുണ്ടാവും. ഇതിന് 2-3 കുട്ടികളുണ്ടായിരുന്നു. അത് ഞാൻ മാറ്റി വേറെ നട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ ഉറവ വെള്ളം, മണ്ടവെള്ളം വരുന്ന ഫോഴ്സ് നിങ്ങൾ കാണുന്നുണ്ടാവും. പിന്നെ ഇത് നമ്മുടെ പാറ. നമ്മൾ വീടിരിക്കുന്നത്, എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം, ഒരു പാറയുടെ ഭാഗത്താണ്. പക്ഷെ മണ്ണൊക്കെ ഇട്ടിട്ട് തോന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇത് നമ്മുടെ പാറൻ്റെ മുകളിലൊക്കെ ഉണ്ടായിരുന്ന ചെടികളുണ്ടാവും. പാറ നല്ല ക്ലീൻ ആയിട്ടുള്ള പാറയാണ്. നമ്മൾ വെയിലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇവിടെ വന്നിരുന്ന് എല്ലാവരും സംസാരമൊക്കെ ചെയ്തിരുന്നു. ഇവിടെയല്ല, ഇവിടെ ഇപ്പോൾ കുറച്ച് ഭാഗം മാത്രമേ നമുക്ക് പാറമായിട്ട് കാണുന്നുള്ളൂ. ഈ കാണുന്ന ഭാഗം മുഴുവനും പാറയായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ മണ്ണൊക്കെ ഇട്ട് പാറ തോന്നുന്നില്ല. അവിടെ വീടുകളും ഇതൊക്കെ ആയിട്ടുണ്ട്. ഈ ചെടി കണ്ടവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. പണ്ട് പാറമണ്ടായിരുന്ന ചെടികളാണ്. ഇതുകൊണ്ട് ഒരുപാട് കളിച്ചിട്ടുണ്ട് ചെറുപ്പത്തിൽ. ഇവിടെ പാറ ആയിരുന്ന സമയത്ത് ഭയങ്കര ഭംഗിയായിരുന്നു. എല്ലാവരും ഇവിടെ നിന്ന് വർത്തമാനം പറയാനൊക്കെ വന്നിരുന്നു. വേനൽക്കാലത്ത്, മഴക്കാലത്ത് അവിടെ ഇരിക്കാനൊന്നും പറ്റില്ല, നിറയെ ഒഴുക്കലായിരിക്കും. അങ്ങനെ അവിടെ നിന്ന് പോകുന്നത് എൻ്റെ വെണ്ടക്ക കൃഷി എന്ന് പറയില്ല, തനിയെ മുളച്ചിട്ടുണ്ടായതാണ് കേട്ടോ. തനിയെ ഉണ്ടായെന്ന് വെച്ചാൽ അത് നമ്മളൊന്ന് നട്ടിരുന്നു. പിന്നെ അതിൻ്റെ വിത്തുകൾ സ്വയം പൊട്ടിത്തെറിച്ചുണ്ടായതാണ്. വെണ്ടക്ക ഒരുപാട് ഉണ്ടായിട്ടുണ്ട്, വീട് ചുറ്റുമുണ്ട്. ഇത് എൻ്റെ വീഡിയോ കണ്ടവർക്ക് പലവർക്കും അറിയായിരിക്കും, കണ്ടിട്ടുള്ളവർക്കറിയാം. ഞാവൽപ്പഴത്തിൻ്റെ തൈയാണ് ഇത്. അത്യാവശ്യം ഇപ്പോൾ മുളച്ച് വലുതായിട്ടുണ്ട്. ഇതിന് ചെറിയ തൈയായപ്പോഴും ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതുപോലെ ഞാവൽപ്പഴം ഉണ്ടായിരുന്ന സമയത്തൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. പറിക്കുന്നതും ഒക്കെ എൻ്റെ ചാനലിലുണ്ട്. അതൊക്കെ പോയി കാണാത്തവരുണ്ടെങ്കിൽ. 1, 2, 3, 100, 200, 1000 എന്നല്ല, ഒരുപാട് ചെടികളുണ്ട്. ഇത് മുഴുവൻ മുളച്ച് വന്നിട്ടുണ്ട്. ഇതിങ്ങനെ മുളക്കാൻ തന്നെ കാരണം ഞാവൽപ്പഴത്തിൻ്റെ മുകളിൽ, മരത്തിൻ്റെ മുകളിൽ ഒരുപാട് കായുണ്ടായിരുന്നു. അത് നമ്മൾ പറിച്ചിട്ടുണ്ടായിരുന്നില്ല. താഴെ ഭാഗത്തുള്ളതൊക്കെ ഒരുപാട് പറിച്ചിട്ടുണ്ട്. അപ്പോൾ ആ മുകളിലത്തൊക്കെ വീണ് ഏകദേശം മുഴുവൻ ഒരുപാട് മുളച്ചിട്ടുണ്ട്. ഇതൊരു സൈഡിൽ മാത്രം, മറ്റേ ഭാഗത്ത് ഇതിനേക്കാളും ഉണ്ട് കേട്ടോ. കാണാൻ നല്ല ഭംഗിയല്ലേ? ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് കാണാം കിളികൾ വന്ന് ഭയങ്കര ശബ്ദം ഉണ്ടാക്കണം. പിന്നെ ഇത് അതിൻ്റെ പുറത്തുണ്ടാകുന്ന ചെടിയുണ്ടോ, നല്ല ഭംഗിയല്ലേ ചെടി. ഇത് ഒരുപോലെ കട്ട് ചെയ്തൊക്കെ വെച്ച് നല്ല ഭംഗി ഉണ്ടാവും. ഇതിനകത്ത് മറ്റേ വെള്ള ഫ്ലവർ ഉണ്ടാവും, നല്ല ഭംഗി. ഇപ്പോൾ പൂക്കളൊന്നും അധികമില്ല. ഈ പൂവിൻ്റെ പേരറിയില്ല കേട്ടോ. ഇതിൻ്റെ പലതരത്തിലുള്ള വെള്ളമുണ്ട്, അതിലൊന്നും ഉണ്ടായിട്ടില്ല. ഈ ചുവപ്പ് മാത്രമേ അതിനകത്ത് ഉണ്ടായിട്ടുള്ളൂ. ഇതിൻ്റെ പേരറിയുന്നവർ കമൻറ്റ് ചെയ്യണേ. ഇത് പണ്ടുണ്ടായെന്ന് വെച്ചിട്ട് ഇതിൻ്റെ റോസ്, ഇതിൻ്റെ വൈറ്റ് കളറും ഉണ്ട്. അങ്ങനെ നമ്മൾ നമ്മൾ പറമ്പിലേക്ക് പോകാം കേട്ടോ. ഇത് റബ്ബർ പാൽ ഒഴിച്ച് വെച്ചതാണ്, ഷീറ്റാക്കാൻ വേണ്ടി. ഇതിൽ ആസിഡ് ഒഴിച്ചിട്ട് അത് കട്ടിയാക്കാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ. ഇനി ഇത് കട്ടയായ ശേഷം പിന്നെ ഷീറ്റ് അടിക്കാൻ ചെയ്യാറുള്ളത്. നമ്മൾ പാൽ ഒഴിച്ച് കൊടുത്ത് ഇങ്ങനെ ഇതുപോലെ ആക്കി വെക്കും. ഒരേപോലെ അതേപോലെ ഷീറ്റാകും. അങ്ങനെ നമ്മളെ പറമ്പിൽ പോയി നോക്കട്ടെ എന്തൊക്കെയാണ് അവിടുത്തെ അവസ്ഥകൾ എന്നുള്ളത് കാണാൻ. പുല്ലൊക്കെ വെട്ടിയിട്ടുണ്ട് കേട്ടോ. നിറയെ ഉണ്ടായിരുന്നു, കാട് പിടിച്ച് കിടക്കിയിരുന്നു. അപ്പോൾ അത് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് കല്ലിട്ടുണ്ട് നടക്കാൻ വേണ്ടി. കാരണം ആ ഭാഗത്ത് കുറച്ച് ചാലുണ്ട് ചെറുതായിട്ട്. നമ്മൾ വേനൽക്കാലത്ത് വെള്ളം നനക്കാൻ വേണ്ടിയിട്ട്, പറമ്പൊക്കെ നനക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ചാലാണ്. അപ്പോൾ മഴ പെയ്ത് നിറയെ വെള്ളം ചളിയൊക്കെ ആയിട്ടുണ്ട്. ഉച്ചയ്ക്ക് കറിക്ക് തേങ്ങയില്ല, അപ്പോൾ തേങ്ങ തിരയാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ പോകുന്ന വഴി ഏതായാലും ഫോൺ എടുത്തിട്ട് ഇതൊരു വീഡിയോ ആക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ പോകുന്നതാണ് കേട്ടോ. ഇത് കണ്ടോ നമ്മുടെ ചാല്. ഈ ചാലത്ത് മീനുകളുണ്ട്. ഇത് വേനൽക്കാലം നല്ല ഭംഗിയായിക്കോട്ടെ. ഈ ചാല് കാണാൻ നല്ല ക്ലീൻ ആയിരിക്കും. ഇതിപ്പോൾ റബ്ബറിൻ്റെ ഇലയൊക്കെ വീണ് ചീഞ്ഞ് കിടക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ ആവശ്യമില്ലല്ലോ. ഇനി ഇത് വേനൽക്കാലം ആകുമ്പോൾ ക്ലീൻ ആക്കും. നിങ്ങൾ മീൻ കാണുന്നുണ്ടോ എന്നറിയില്ല, ഞാൻ സൂം ചെയ്ത് കാണിച്ചു കേട്ടോ. ഇത് കണ്ടോ, ഒരുപാട് മീനുകളുണ്ട്. കുഞ്ഞു കുഞ്ഞു മീനുകൾ ഈ നിറയെ ചാല് നിറയെ ഉണ്ട്. ഇത് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ആണെങ്കിൽ മീനൊന്നും ഈ ചാലുണ്ടാവില്ല, കാരണം കുട്ടികളൊന്നും മീൻ പിടിച്ച് പോകും. ഇപ്പോൾ വളരെ വിരളമായി 1-2 കുട്ടികൾ ചിലപ്പോൾ വന്ന് മീൻ പിടിക്കും, അത്രേ ഉണ്ടാവാറുള്ളൂ.
ഈ ഒരു മീൻ കാണിച്ചത് ഇത് പണ്ടത് ഞങ്ങൾ പറയുന്നത് കണ്ണൻ മീൻ തരുന്നു. നിങ്ങളെന്താ മീൻ പറയുന്നതല്ല, അങ്ങനെ വെള്ളത്തിൻ്റെ മുകളിൽ ഇങ്ങനെ നിൽക്കും, അതിന് രണ്ട് കണ്ണ് മാത്രമേ പ്രത്യേകം കാണില്ലേ. ഇതാ ഈ മീൻ കുട്ടികൾക്ക് സ്കൂളിലെ സമയത്ത് ദിവസം വന്ന് മീൻ പിടിക്കുന്നുണ്ട് കേട്ടോ. മീൻ പിടിക്കുന്ന വീഡിയോ ഞാനിതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എൻ്റെ ചാനൽ നിങ്ങൾ കാണാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പോകുന്നു. അവിടെ നിന്ന് പോകുന്നു പറഞ്ഞാൽ അവിടെ തേങ്ങ ഇരിക്കുന്നുണ്ട്, അത് നല്ല തേങ്ങയില്ല തോന്നുന്നു. ഇനി അവിടെ മീൻ കാണിച്ചാൽ കേട്ടോ, അതാണ് ഞാൻ പറഞ്ഞ കണ്ണൻ മീൻ. ഞങ്ങൾ പറഞ്ഞിരുന്ന പേര് അതാണ്. ഇത് കണ്ടത് ചെറിയ കുഞ്ഞു മീനാണ്. ഇതിൻ്റെ അമ്മ വരുന്നു, അമ്മയും അതിനെ കുട്ടിയും നീന്തി കളിക്കുക പോകുന്നുണ്ട്. ഇതിലെടുത്ത് പോയാൽ പിന്നെ അതിനെ കാണുകയില്ല, വലയിലെ അടിയിൽ പോയി ഒളിച്ചിരിക്കും. ഞാൻ സൂം ചെയ്തിട്ട് വീഡിയോ എടുക്കുകയാണ്. അങ്ങനെ നമ്മൾ വീണ്ടും ഇവിടെ നിന്ന് യാത്ര പോകുന്നു സുഹൃത്തുക്കളെ. മീൻ നോക്കിയിരുന്നാൽ അതേ ഉണ്ടാവുള്ളൂ സമയം. നമുക്ക് വല്ല തേങ്ങയുണ്ടോ നോക്കാൻ വേണ്ടി പോകുന്നതാണ്. ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് തന്നെ റബ്ബറിമേ കവർ ഇട്ടിട്ടുണ്ട്. എങ്ങനെയുള്ള നമുക്ക് റബ്ബർ വെട്ടാൻ സാധിക്കുള്ളൂ, അല്ലെങ്കിൽ വെള്ളമില്ലേ. പലരും ഈ സമയത്ത് റബ്ബർ വെട്ടില്ല, അവരത് അടച്ചു വെക്കും. എൻ്റെ ചിരട്ട മാറ്റി വെക്കുക ചെയ്യാറുള്ളത്. മഴക്കാലത്ത് റബ്ബർ വെട്ടണമെങ്കിൽ ഇങ്ങനെ ചെയ്തേ മതിയാവുള്ളൂ, കാരണം വെള്ളം വരും, നശിച്ചു പോകും. അപ്പോൾ ഇതുപോലെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ മഴക്കാലം ഫുള്ള് റബ്ബർ വെട്ടുകയും ചെയ്യാം, പ്രശ്നമൊന്നും ഉണ്ടാവില്ല, പാലെടുക്കാം. ഇത് റബ്ബർ കുരുവിൻ്റെ തോടാണ്, ഇത് പൊളിഞ്ഞു പോയതാണ്. ഇതിൻ്റെ കുരു ഞാൻ നോക്കട്ടെ, കാണിച്ചു തരാം. ഇതിൻ്റെ കുരുവാണ് കേട്ടോ. ഇതിനകത്തുണ്ട് ഒരു കുരു. ഇതിനകത്തുള്ള കുരുവാണ് നൊസ്റ്റാൾജിക് ആയിട്ടുള്ളത്. അതൊരു കല്ലിലൊക്കെ വരത്തിയിട്ട് നമ്മുടെ മുഖത്തോ നമ്മൾ എവിടെയെങ്കിലും വെച്ച് ഭയങ്കര ചൂടാവും. ഇത് കണ്ടോ പാല്, ഇത് പാലായിട്ടൊന്നുമില്ല. ഇത് കണ്ടോ. അങ്ങനെ ഇതാ നമുക്കൊരു തേങ്ങ കിട്ടിയിട്ടുണ്ട്. ഇതാരോ ഇവിടെ വന്ന പണിക്കാരോ കൊത്തി വെച്ചിട്ടുണ്ട്, കാരണം അവിടെ ഇവിടെയൊക്കെ പൊളിച്ചിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ, നമുക്ക് തിരിച്ചു വരുമ്പോൾ എടുക്കാം, കാരണം അല്ലെങ്കിൽ ഇത് കൈ പിടിച്ച് പോകേണ്ടി വരും. അപ്പോൾ തിരിച്ചു വരുമ്പോൾ ഇതെടുക്കാം. ഇതാണ് പൊളിയാത്ത ഒരുപാട് റബ്ബർ കുരു കിടക്കുന്നുണ്ട്. പൊളിഞ്ഞ വല്ല കുരുണ്ടെന്നൊക്കെ കാണില്ലേ, ഇഷ്ടംപോലെ ഉണ്ടാവും, പക്ഷേ തിരയണം. പെട്ടെന്ന് കാണണമെന്നില്ല, ഈ ഇലകളുടെ അടിയിലൊക്കെ ഉണ്ടാവും. നല്ല കാടുള്ള ഭാഗത്തൊക്കെ പുല്ല് നന്നായി വെട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ള ഭാഗത്ത് അത്ര പുല്ലില്ലാത്തതുകൊണ്ട് അവിടെ നിന്നും അധികം ക്ലീനാക്കിയിട്ടില്ല. ഈ റബ്ബർ വെട്ടാൻ വരുന്ന ആൾക്കുള്ള ബുദ്ധിമുട്ടിന് ഒറ്റപ്പെട്ടത് ഇങ്ങനെ വൃത്തിയാക്കി കൊടുത്ത്, കാരണം അവർ 4 മണിക്കല്ലേ വന്നിട്ട് റബ്ബറൊക്കെ വെട്ടാൻ വരിക. 4 മണിക്ക് വന്ന് അവരിത് മൊത്തം ഇത് വെട്ടിക്കഴിഞ്ഞുമ്പോൾ തന്നെ ഏകദേശം 8 മണി 9 മണിയൊക്കെ ആവും. പിന്നെ അത് പാൽ വന്ന് എടുക്കണം. അത് നല്ല പണിയാണ് ഇത് ചെയ്യാൻ. പാലെടുത്തിട്ട് പിന്നെ നമ്മൾ നേരത്തെ കണ്ടില്ല, അതുപോലെ ആസിലൊക്കെ ഒഴിച്ചിട്ട് അത് കട്ടാവാൻ വെക്കണം. അത് കട്ടയായിട്ട് പിന്നെ അത് നമ്മൾ അതിൻ്റെ മെഷീനിട്ടിട്ട് ഇങ്ങനെ കറക്കുക ചെയ്യാറ്. മെഷീൻ ഹീറ്റായി വരും, എന്നിട്ട് പിന്നെ ഉണക്കാൻ വേണം. ഇത് കണ്ടോ, നമ്മൾ കാറ്റത്തുണ്ടായ അതാണ്, അതിൻ്റെ കൊമ്പൊക്കെ പൊട്ടി വീണിട്ടുണ്ട്, വീഴാൻ നിൽക്കുന്നുണ്ട്. നമ്മൾ ആ ഭാഗത്തേക്ക് പോകുന്നതിന് പകരം ഈ ഭാഗത്തേക്ക് പോന്നിരിക്കുകയാണ്. നമ്മുടെ മെഷീൻ വരെ ഈ ഭാഗത്താണ് ഇട്ടുള്ളത്. റബ്ബറിൻ്റെ ഒരുപാട് വിറക് കിടക്കുന്നുണ്ട്. വെയിലായി കഴിഞ്ഞാൽ അപ്പുറത്തുള്ള എല്ലാവരും വന്നിട്ട് അതൊക്കെ പെറുക്കി കൊണ്ടുപോകും. നമ്മുടെ മെഷീൻ്റെ ബാക്കിലായിട്ട് ഒരു മനോഹരമായ കാഴ്ചയുണ്ട്, അത് കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതാണ് പുഴ, നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളം വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പറമ്പിൽ നിറച്ച് വെള്ളവും. ചില സമയത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ, നന്നായിട്ട് മഴ പെയ്താൽ. അട്ടപ്പാടി ഭാഗത്തൊക്കെ മഴ പെയ്താൽ മാത്രമേ ഉണ്ടാവുള്ളൂ, ഇല്ലെങ്കിൽ ഇത്രയും കുറച്ചും കൂടിയൊക്കെ ഉയർന്ന് നമ്മൾ നിൽക്കുന്ന ഭാഗത്തൊക്കെ വരും. ഇല്ലെങ്കിൽ നമ്മൾ നേരത്തെ നടന്നു വന്നില്ലേ, ആ ഭാഗം വരെ വരും. പുഴയുടെ നേരെ ഓപ്പോസിറ്റ് ഉണ്ടല്ലോ ഒരു മതിൽ പോലെ, അവിടെ നടന്നു പോകുന്ന വഴിയാണ്. ഈ ഭാഗത്തുകൂടി നടന്നു പോയാൽ നേരെ മണ്ണാർക്കാട് പെട്ടെന്ന് എത്താനുള്ള ഒരു റൂട്ടാട്ടോ.
അതിൻ്റെ അപ്പുറത്തൊരു കുളമുണ്ട്, ഇതിൻ്റെ അപ്പുറത്തായിട്ട്. അതിന് മഞ്ഞക്കുളം പറയുന്നു. അതെന്തിനാണെന്ന് എനിക്കറിയില്ല, മഞ്ഞ കളറാണോ വെള്ളമെന്നറിയില്ല. നമ്മൾ നേരത്തെ വീഡിയോ കണ്ടവർക്കറിയാം, അത് നമ്മുടെ പാലം. ഈ ഭാഗത്ത് നമ്മൾ കുറേ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ, ഇതിന് മുന്നത്തെ വീഡിയോയിൽ കാണാം. വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്ന് ഒരുപാട് പേര് അലക്കാനും കുളിക്കാനൊക്കെ വരുന്ന പുഴ തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വീണ്ടും അവിടെ നിന്ന് പോവുകയാണ്. കാരണം നമ്മളത് നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കും. അങ്ങനെ ഇതാ നമ്മൾ തിരഞ്ഞു വന്ന സാധനം കിട്ടി. തേങ്ങയല്ല കേട്ടോ, റബ്ബർ കുരു. നമ്മൾ നേരത്തെ കണ്ടില്ല അതിനകത്തുള്ള കുരു തന്നെ. ഇതിൻ്റെ അകത്ത് എന്താണെന്ന് ഞാൻ കാണിക്കാൻ മറന്നുപോയി. ഇതിനകത്തൊരു വെള്ളം പോലെ സ്പോഞ്ചാണ്. ഇതാണ് നമ്മളെ പണ്ടത്തെ നൊസ്റ്റാൾജിക് ഐറ്റം. ഇത് കല്ല് വരതിയിട്ട് നമ്മുടെ ശരീരത്തിൽ വെച്ചാൽ നല്ല ചൂടായിരിക്കും കേട്ടോ. ഇതിന് ഭയങ്കര ഓർമ്മ. ഈ സമയമാകുമ്പോൾ റബ്ബറിൻ്റെ കുരു ഇങ്ങനെ ഇടക്കിടക്ക് പൊട്ടി ഭയങ്കര ഒച്ച കേൾക്കും. ഇങ്ങനെ പൊട്ടി വീഴുന്നത്, ഇങ്ങനെ കുരു ഇങ്ങനെ തെറിച്ച് വീഴുന്നത്. നമ്മൾ നേരത്തെ നോക്കിയപ്പോൾ ഒന്നും കണ്ടില്ല. ഇപ്പോൾ നോക്കുമ്പോൾ എല്ലായിടത്തും തന്നെ കാണുന്നത്. ചെളിയത് വേണ്ട കളയാം. നമ്മൾ നല്ല ഭംഗിയിൽ കുരു കാണാൻ നല്ല സോഫ്റ്റ് ആയിട്ടത്. ഈ കുരു ഇങ്ങനെ കല്ലിൽ വരതിയിട്ട് ഇതുപോലെ ചെയ്തിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഇതിപ്പോൾ കളയണോ വേണ്ടെന്നുള്ള കൺഫ്യൂഷനിലാണ്. ഇത് വീട്ടിൽ കൊണ്ടുപോയി കുട്ടികൾ കാണിച്ചു, അവർ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ടാവില്ല അവർ. ഇത് കണ്ടോ, ഇപ്പോൾ എവിടെ നോക്കിയാലും തന്നെ നമ്മളൊരു സാധനം തിരഞ്ഞാൽ കാണില്ല, കണ്ടാൽ പിന്നെ ഇത് ഇഷ്ടം പോലെ ഉണ്ടാവുകയും ചെയ്യും. ഇതുണ്ട്, ഇതിനകത്ത് കുറച്ച് പാലുണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ഇതുപോലെ പാലിങ്ങനെ ഒറ്റി വിടും. ഇന്നാക്കി കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിയുമ്പോൾ ആവും. നമുക്കങ്ങനെ തേങ്ങയും റബ്ബർ കുരു കിട്ടി. ഇനി ചക്ക ഉണ്ടോ നോക്കിയിട്ട് വരാം. ഒരു ചക്ക ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. മഴ ആയതുകൊണ്ട് ഈ ഭാഗത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നടന്ന് പ്ലാവിൻ്റെ അവിടെ എത്തി. പക്ഷെ ചക്കയൊന്നും കാണാനില്ല. ചക്ക കഴിഞ്ഞു പോയതാണോ അതോ ചീഞ്ഞു പോയതാണോ അതോ വീട് പോയതാണോ അറിയില്ല. ആരും അതാണെങ്കിൽ വന്ന് ഇട്ട് കൊണ്ടുപോകും കേട്ടോ. നമ്മളാരും കൊണ്ടുപോകുന്നൊന്നും പറയുന്നില്ല. ചിലപ്പോൾ പണിക്ക് വരുന്നവരൊക്കെ ഇട്ട് കൊണ്ടുപോകും. അപ്പുറത്ത് ഇത് കാണുന്നവരൊക്കെ ഇട്ട് കൊണ്ടുപോകാറുണ്ട്. ഞാൻ ഉണ്ടാവും എന്നൊക്കെ എഴുതി വന്നതാണ്, പക്ഷെ ഒന്നുകൂടി കാണാനില്ല. ഇനി ഏതായാലും വന്നതല്ലേ, ഇനി കുറച്ചും കൂടി അങ്ങ് പോയേക്കാം. നമ്മൾ റബ്ബർ കുരു നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ, കളഞ്ഞിട്ടില്ല ഞാനിത്. കാറ്റൊക്കെ വീശത് കൊണ്ട് തന്നെ ഒരുപാട് വിറകുകൾ, നമ്മുടെ ചുള്ളിക്കൊമ്പുകൾ, നമ്മുടെ റബ്ബറിൻ്റെ കൊമ്പൊക്കെ ഒരുപാട് വീണിട്ടുണ്ട്. ഇനി നമ്മൾ പോകുന്നത് എന്തുവേണമെന്ന് വെച്ചാൽ അരിമുളകും തയ്യായ്മ കാന്താരിമുളകില്ലേ, അത് പറിക്കാനാണ്. പക്ഷെ പറിക്കാൻ പോയിട്ട് കാര്യമുണ്ടാവില്ല, കാരണം അവിടെ ഉണ്ടാവാൻ ചാൻസ് വളരെ കുറവാണ്. ഉണ്ടെങ്കിൽ പറിക്കാൻ എഴുതി പോവാണ്. ഭയങ്കരമായിട്ട് മയിലിൻ്റെ ശല്യം, മയിലിൻ്റെ ഭക്ഷണമാണ് കാന്താരിമുളക്. അത് മുഴുവനും അത് കൊത്തി കഴിച്ചിട്ടേ പോവുള്ളൂ. ഇത് കണ്ടോ, ഇതിലൊരുപാടുണ്ടായിരുന്നതാണ്. ഇപ്പോൾ ഒരു മുളക് പോലും കാണാനില്ല. ഇതിപ്പോൾ കാന്താരിമുളകിൻ്റെ തയ്യെന്ന് അറിയിക്കാൻ വേണ്ടി ഒന്നിടെ വെച്ചിട്ടുണ്ട്. ബാക്കി ഒന്നുപോലും കാണാനില്ല. പഴുത്തതുപോലില്ല. പഴുത്തതാണ് അത് കഴിക്കുക കൂടുതൽ. ഇത് കണ്ടോ, ഒരു മുളക് ആർക്കോ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിപ്പോൾ തന്നെ അവർ കഴിക്കുകയും ചെയ്യും. ഇത് കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, കാറ്റടിച്ചാൽ എന്തെങ്കിലും ഒരു മരം വീഴാതിരിക്കുക. 2 കവുങ്ങ് വീണിട്ടുണ്ട്. നിറയെ അടക്കയുള്ള കവുങ്ങാണ് വീണിട്ടുള്ളത്. കാരണം ചെറിയ കാറ്റില്ലായിരുന്നു, നല്ല അതിശക്തമായ കാറ്റായിരുന്നു. ഞങ്ങളുടെ ഈ ഭാഗത്ത് ഏരിയയിലൊന്നും കറണ്ട് ഉണ്ടായിരുന്നു. 2 ദിവസം 3 ദിവസമൊക്കെ പോയിട്ടുണ്ടായിരുന്നു പല സ്ഥലങ്ങളിലും. ചില സ്ഥലങ്ങളിൽ 2 ദിവസം എന്തായാലും പോയിട്ടുണ്ട്. അത്രയും വലിയ കാറ്റടിച്ചിരുന്നു. കിടക്കുന്ന കിടപ്പ് കണ്ടോ, 2 എണ്ണം ഒരേ സ്ഥലത്ത് തന്നെ വീണിട്ട്, കടപ്പുഴകി വീണിട്ടുണ്ട്, അടിയോടുകൂടി വീണിട്ടുണ്ട്. അങ്ങനെ അവിടെ നിന്ന് പോയി. ഇനി എനിക്ക് വേണ്ട ഏറ്റവും ഇഷ്ടമുള്ള ലൈറ്റായിട്ടത്, തേങ്ങ തരാൻ വേണ്ടി വന്നാൽ ഞാൻ തേങ്ങയല്ല തരാറ്, ഈ പൊങ്ങ് തേങ്ങ മുളച്ചിട്ടുണ്ടോ എന്ന് തിരഞ്ഞു നോക്കും. ഇത് കാട് വെട്ടിപ്പോയതിൻ്റെ മുകളൊക്കെ വെട്ടിപ്പോയി തോന്നുന്നുണ്ട്. ഇത് ഞാൻ എത്ര കഷ്ടപ്പെട്ടാലും പറിച്ചെടുത്തിരിക്കും. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. തേങ്ങയല്ല, തേങ്ങ വേണമെങ്കിൽ ഞാൻ അവിടെ ഇട്ടിട്ട് പോകും, പക്ഷെ പൊങ്ങ് ഞാൻ അവിടെ ഇട്ടിട്ട് പോവില്ല കേട്ടോ. ഇനി നമുക്ക് തിരിച്ചു പോകാം, കാരണം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. കാരണം ഇനി ആവശ്യമുള്ളതൊക്കെ കിട്ടി, തേങ്ങയും പൊങ്ങും ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഒരാളും കൂടി ഒപ്പമുണ്ടെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞ് എല്ലായിടത്തും തിരഞ്ഞിട്ടേ പോവുള്ളൂ. തേങ്ങ ഇനി ഉണ്ടോയെന്നൊക്കെ നോക്കിയിട്ട്. ഇത് നമ്മൾ നേരത്തെ കണ്ട കവുങ്ങ് തന്നെയാണ്. അടിയോട് കൂടി വേരോട് കൂടി അത് വീണിട്ടുണ്ട്.
രണ്ടെണ്ണം ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും വീണിട്ടുണ്ട്. അങ്ങനെ നമ്മളിവിടെ നിന്നിട്ട് കാര്യമില്ല, അതുകൊണ്ട് ഇനി പോവാണ്. അങ്ങനെ ഞാൻ വേഗം ഓടിപ്പോവുകയാണ്. ഓടിപ്പോവില്ല കേട്ടോ, വീഡിയോ ഞാൻ സ്പീഡാക്കിയതാണ്. നമ്മൾ നേരത്തെ വന്ന വഴി കേട്ടോ, പ്ലാവിൻ്റെ ഭാഗമാണുള്ളത്. നേരത്തെ തേങ്ങ കിടക്കുന്നു, നല്ലത് തന്നെയാണ്. പക്ഷേ നമ്മൾ നേരത്തെ കണ്ട തേങ്ങ അതിനേക്കാൾ കുറച്ച് നല്ലതാണ്. കാരണം രണ്ടും കൂടി എൻ്റെ കയ്യിൽ പിടിച്ച് പോകാൻ സാധിക്കില്ല, അത് അവിടെ ഇട്ടിട്ടുണ്ട്. പിന്നെ നിങ്ങളോട് കാര്യം പറയാൻ മറന്നു, ഈ വീഡിയോ കാണുന്നതിൻ്റെ ഇടയിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബിന് അറിയില്ലെങ്കിൽ ഇത് അവിടെ റെഡ് കളറിലുണ്ടാവും, അതൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, പിന്നെ കമൻറ്റ് ചെയ്യാനും. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഒരുപാട് വീഡിയോസ് എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, അതൊക്കെ ഒന്ന് പോയി നോക്കണേ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇങ്ങനെ നമ്മൾ ഇവിടെ എത്തി, ഏകദേശം എത്താനായിട്ടോ. നമ്മൾ പൊങ്ങുമുണ്ട് നമ്മുടെ കയ്യിൽ, നമ്മൾ റബ്ബർ കുരുവുണ്ട്. അങ്ങോട്ട് പോകുമ്പോൾ കയ്യിൽ 4 ഉണ്ടായിരുന്നു തോന്നുന്നു, ഇപ്പോൾ കയ്യിൽ 2 ഉണ്ടായി, ബാക്കി 2 മിസ്സായി തോന്നുന്നു. ഇവിടെ പോയപ്പോൾ തേങ്ങ ഇവിടെ വെച്ച് നോക്കില്ല, അതായിരിക്കുന്നു നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ ഇട്ട തേങ്ങയാണത്. അങ്ങനെ അതും പിടിച്ചു. അങ്ങനെ നമ്മൾ നടന്നു, നമ്മൾ വീടെത്താനായിട്ടോ. ചില സമയം നമ്മൾ നടന്നു പോകുമ്പോൾ ചേരനെ കാണാറുണ്ട്, പാമ്പിനെ കാണാറുണ്ട്. ഇത് നമ്മൾ നേരത്തെ പോകുമ്പോൾ കണ്ട ചാലാട്ട വെള്ളം. ഈ ദിവസം കുട്ടികൾ ലീവ് ഉണ്ടാകുന്ന സമയത്ത് ഇവിടെ വന്നിട്ട് മീൻ പിടിക്കുന്ന ഒരു വീഡിയോ എടുക്കുന്നുണ്ട്. അത് അധികം വൈകാതെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യും. നിങ്ങളുടെ അവിടെയൊക്കെ തേങ്ങ കിടക്കുന്നുണ്ട്. ഇനി കയ്യിൽ പിടിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് അതൊക്കെ അവിടെ കിടക്കട്ടെ. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് എടുക്കാം. അങ്ങനെ നമ്മൾ വീടെത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള നമ്മുടെ വീട് റോഡിൻ്റെ അപ്പുറത്തെ സൈഡിലാണ്. അതുകൊണ്ട് ഈ ചാലിയത്തിലൊക്കെ വെള്ളം നിറഞ്ഞിരിക്കണം, മഴ പെയ്തുകൊണ്ട് വെള്ളം നിറഞ്ഞതാണ്. നമ്മുടെ പുഴ നിറഞ്ഞ് കവിഞ്ഞതാണ്. ഈ ചാല് കണ്ടോ, ഈ ചാല് വരെ വെള്ളം നിറഞ്ഞു വരും. പിന്നെ ഇതിൻ്റെ ഭാഗത്ത് കുറച്ച് ഒരു കുന്നുപോലെ ആയതുകൊണ്ട് അങ്ങോട്ട് വരില്ല, ഇതുവരെ വെള്ളം കയറി വരും. ഞാൻ ആകെ 2 പ്രാവശ്യം കണ്ടിട്ടുള്ളൂ, പക്ഷെ ഒരുപാട് മഴ പെയ്താൽ മാത്രമേ കയറി വരും കേട്ടോ, അല്ലെങ്കിൽ ഒന്നും വരാറില്ല. അങ്ങനെ നമ്മൾ വീടെത്തിയിട്ടുണ്ട്. ഇന്നാണെങ്കിൽ ഭയങ്കര വെയിൽ. ഇപ്പോൾ ഇന്നലെ വരെ നല്ല മഴ പെയ്ത സ്ഥലമാണെന്ന് തോന്നിയില്ല. വെയിലാകുമ്പോൾ തോന്നും മഴയാണ് നല്ലത്, മഴയാകുമ്പോൾ തോന്നും വെയിലാണ് നല്ലതെന്ന്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ഞാവൽപ്പഴത്തിൻ്റെ വിത്തുകളാട്ടോ. അങ്ങനെ നമുക്കിത് പൊളിക്കാം. നമ്മുടെ പൊങ്ങ് നല്ലതാണോന്നൊന്നും അറിയില്ല കേട്ടോ, പൊളിച്ച് നോക്കട്ടെ. ഏതായാലും കണ്ടിട്ട് നല്ലതാണ്. അങ്ങനെ പൊളിച്ചിട്ടുണ്ട്. ഈ അകത്ത് എന്താ സംഭവം, ചിലപ്പോൾ നല്ലതാന്ന് തോന്നും, പക്ഷെ അകത്ത് കേടായിരിക്കും കേട്ടോ. കേടൊന്നുമില്ല, നല്ല പൊങ്ങാണ്. നിങ്ങൾക്ക് പൊങ്ങ് ഇഷ്ടമുണ്ടോ? ഇഷ്ടമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഗതിയാണ് പൊങ്ങ്. ഞാൻ എത്ര വേണമെങ്കിലും ഇന്ന് കഴിക്കും. ഇനി ഇത് നമുക്ക് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് എടുക്കാം കേട്ടോ. ഇത് കണ്ടോ, ഈ ഭാഗമാണ് പെട്ടെന്ന് കിട്ടും. മറ്റേ ഭാഗത്തിൻ്റെ മുകൾ ഭാഗം ചെത്തി കൊടുക്കണം. ഇത് വേഗം കിട്ടി. ഇത് കണ്ടോ, ഇതിൻ്റെ ഈ ഭാഗം ചെത്തി കൊടുക്കണം, കാരണം പെട്ടെന്ന് കിട്ടില്ല. അങ്ങനെ ചെത്തി കഴിഞ്ഞിട്ട് പിന്നെ കത്തിൻ്റെ ഇത് കൊണ്ടൊന്ന് അവിടെ നിന്ന് ശരിയാക്കി കൊടുത്താൽ മതി. ഇത് നമ്മളിങ്ങനെ സ്പൂണും കൊണ്ട് എല്ലാ ഭാഗവും ഒന്ന് ഇങ്ങനെ വിട്ട് കൊടുത്താൽ മതി, പെട്ടെന്ന് കിട്ടും. അങ്ങനെ പൊങ്ങൊക്കെ കിട്ടി. ഇനി ഇത് കുട്ടികൾ വരുമ്പോൾ അവർക്ക് എടുത്ത് വെക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എൻ്റെ കൊച്ചു കൊച്ചു വിശേഷങ്ങളും പറമ്പിലെ വിശേഷങ്ങളും. അങ്ങനെ ചെറിയൊരു വീഡിയോ അല്ല, അത്യാവശ്യം വലുപ്പമുള്ള വീഡിയോ ആണ്. ഈ വീഡിയോ എല്ലാവരും കാണണമെന്ന് പ്രതീക്ഷിക്കുന്നു. മുഴുവനായിട്ട് കാണണേ, സ്കിപ്പ് ചെയ്യാതെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ. താങ്ക് യു. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനലിലെ മറ്റ് വീഡിയോസും പോയി കാണാനും മറക്കരുത്. താങ്ക് യു. ഇനി അടുത്ത വീഡിയോയുമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ എത്തുന്നതാണ്. താങ്ക് യു.